ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖായിരിക്കുന്നു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇന്ന് നമ്മൾ ക്രിസ്മസ് സീരീസിലുള്ള 4ാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ട് 2 ടൈപ്പ് ക്രിസ്മസ് റീത്താണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു റീത്ത് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുക്കറിൻ്റെ ഒരു ഗാസ്കറ്റ് ഉണ്ടല്ലോ, പഴയത് ഒഴിവാക്കിയിട്ടുള്ളത്, അപ്പോൾ അതാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ഞാനൊരു ഗ്രീൻ കളർ സാറ്റിൻ റിബൺ വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാറ്റിൻ റിബൺ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൂളൻ ത്രെഡൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഗ്രീൻ കളർ പെയിൻറ്റ് ചെയ്തിട്ടും എടുക്കാം കേട്ടോ. അപ്പം നമ്മൾ റീത്ത് ഉണ്ടാക്കാനുള്ള ഒരു ബേസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ട കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് പഴയ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലീവ്സൊക്കെ ഒന്ന് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഫ്ലവറിൻ്റെ താഴെ ഉണ്ടാവുന്ന ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ അതാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു താഴെയുള്ള ഒരു പൈപ്പിംഗ് ഒക്കെ മാറ്റിയിട്ട് ഞാൻ വീണ്ടും ഒന്നും കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ 3 എണ്ണമുള്ള ഒരു ടൈപ്പ് ലീഫ് ഉണ്ടല്ലോ, നമ്മൾ ഫ്ലവറിൻ്റെ താഴെയൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അത് ഞാനൊരു 2-3 എണ്ണം എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഓപ്പോസിറ്റായിട്ട് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ ഈ ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള പോയിൻസെഷ്യ ഫ്ലവർ ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പിൽ കിട്ടാനായിട്ടാണ്. ഞാൻ ഈ ലീഫിന് ഫുള്ളായിട്ട് ഇങ്ങനെ റെഡ് കളർ സ്പ്രേ പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. പക്ഷേ ആദ്യം അതങ്ങ് ശരിയായില്ല, കാരണം അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് എല്ലാം കൂടെ ഒരു നീറ്റായിട്ട് വന്നില്ല. പിന്നെ ഞാനത് റെഡ് കളർ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് നല്ല ഭംഗിയായിട്ട് ആ ഒരു ഫ്ലവർ പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് പുല്ലാണ്. അപ്പോൾ മുറ്റത്തൊക്കെ ഉണ്ടാകുന്ന ആ പുല്ലിൻ്റെ ഫ്ലവേഴ്സാണ്. അപ്പോൾ നന്നായിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളത് പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ, പെട്ടെന്ന് അത് കൊഴിഞ്ഞു പോകുമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ചെടുത്തിട്ടൊരു ഗ്രീൻ കളർ പെയിൻറ്റൊക്കെ ചെയ്ത് നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് പഴയ അലൂമിനിയം ഫോയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുഡൊക്കെ പാർസൽ കൊണ്ടുവരുന്ന ഞാൻ വാഷ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ ഇതുപോലെ ഒന്നിങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾ പോലെ ആക്കിയെടുക്കുകയാണ്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ ഫ്ലവർ മേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സിൽവർ ടൈപ്പ് കമ്പിയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യം നമ്മൾ ആ ഒരു ബോൾ എടുത്തിട്ട് അതിലേക്ക് ഒരു സ്ക്യൂവർ വെച്ചിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞു ഹോൾ ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു സിൽവർ കളർ കമ്പി ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമുക്കൊരു ബണ്ടിൽ പോലെ ഇങ്ങനെ ചെയ്യാനായിട്ടാണ്. അപ്പോൾ എന്നിട്ട് നമ്മളിങ്ങനെ ഒരു 4-5 എണ്ണം എടുത്തിട്ട് ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് ഒന്നിങ്ങനെ കൂട്ടി വെക്കുക കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ കുറച്ച് മുന്തിരിയുടെ ഒരു തണ്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ചാടിക്കുരു സ്റ്റിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇതുപോലെ ബണ്ടിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ആ മഞ്ചാടിക്കുരുവിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ഒരു മഞ്ചാടിക്കുരു നിൽക്കുന്നത്, അപ്പോൾ അതും ഞാൻ കുറച്ച് ഇങ്ങനെ കയ്യിലുള്ളതുകൊണ്ട് അതൊന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതെല്ലാം കൂടെ ആ ഒരു കുക്കർ കാസ്കറ്റിൻ്റെ ആ ഒരു ഇതിലേക്ക് ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ആ ഒരു നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു റെഡ് കളർ ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ റെഡ് ഗ്രീൻ അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് അതിൽ കംപ്ലീറ്റ് ആയിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ആ ഒരു മഞ്ചാടിക്കുരുയുടെ ഉണ്ടല്ലോ റെഡ് കളർ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ആ ഒരു സിൽവറിൻ്റെ ഒരു ബണ്ടിൽ ഉണ്ടാക്കില്ല അലുമിനിയം ഫോയിൽ വെച്ചിട്ട്, അപ്പോൾ അതൊന്ന് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ആ ഒരു ഗ്രേപ്സിൻ്റെ അതൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു ക്രിസ്മസ് തീമിലുള്ള കളറായിട്ട് വരുന്ന റെഡ്, ഗ്രീന്, പിന്നെ അതുപോലെ സിൽവർ, ഗോൾഡൻ, ആ ഒരു കളേഴ്സൊക്കെ വെച്ചിട്ടുള്ള എന്തൊരു മെറ്റീരിയൽസ് വേണമെങ്കിലും നമുക്ക് സ്റ്റിക്ക് ചെയ്തിട്ട് ഇതുപോലെ റീത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മൾ ഡ്രൈ ആക്കിയിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പുല്ലുണ്ടല്ലോ, അപ്പോൾ അതൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ എൻ്റെ കയ്യിൽ കുറച്ച് ക്രിസ്മസിൻ്റെ ടൈപ്പ് ബോൾസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ടുള്ളതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ 1-2 എണ്ണം ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന മെറ്റീരിയൽസ് മാത്രം വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഒരു ക്രിസ്മസ് റീത്താണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലിപ്പോൾ നമുക്ക് ഇന്ന മെറ്റീരിയൽസ് വേണമെന്നൊന്നുമില്ല. നമുക്ക് ഈ റെഡ്, ഗ്രീന്, സിൽവർ, ഗോൾഡൻ ആ ഒരു കളറൊക്കെ വരുന്ന എന്ത് വേസ്റ്റ് മെറ്റീരിയൽ വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്ക് ക്രിസ്മസ് റീത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ആ ഒരു കളർ കോമ്പിനേഷൻ ഒന്നിങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ 1ാമത്തെ റീത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു റീത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ബേസ് ഉണ്ടാക്കാൻ എടുക്കുന്നത് ഞാനിവിടെ കുറച്ച് ചെടിയുടെ ഒക്കെ വള്ളിയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറേ വള്ളി എടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുള്ളതാണ്. അപ്പോൾ അതെടുത്തിട്ട് ഞാനൊരു റീത്ത് പോലെ ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ ചുറ്റി എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ശംഖുപുഷ്പത്തിൻ്റെ ആ ഒരു വള്ളിയാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് മുറ്റത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മുല്ലയുടെ വള്ളിയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വള്ളി കുറച്ച് കട്ടിയുള്ള ടൈപ്പ് വള്ളി നോക്കിയിട്ട് കുറച്ചിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഒരുപോലെ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി എടുത്താൽ മതി. അപ്പോൾ എന്നിട്ട് ചുറ്റി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന പീസസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക. അങ്ങനെ നമ്മളുടെ ആ ഒരു ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ ഇങ്ങനെ അത് അഴിഞ്ഞൊന്നും പോലെ ആ രീതിയിൽ ഞാൻ നന്നായിട്ട് ഇങ്ങനെ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചിരട്ടയാണ്. അപ്പോൾ ആദ്യം ഞാൻ സാൻഡ് പേപ്പർ വെച്ചിട്ട് ആ ഒരു ചിരട്ടയുടെ പുറത്തുള്ള ഒരു റഫായിട്ടുള്ള ഭാഗമൊക്കെ ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരു കല്ലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുത്തിയിട്ടൊന്നിങ്ങനെ പൊട്ടിച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കി എടുക്കുകയാണ്.
അങ്ങനെ ഞാനിവിടെ കുറച്ച് അധികം ഇങ്ങനെ പൊട്ടിച്ചൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ബാംബൂ സ്ക്യൂവറാണ്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ആ ഒരു ഇതൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മളിതിൽ ചെറിയൊരു പീസ് എടുത്തിട്ട് നമ്മളിത് ഇതുപോലെ ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിനെ കവർ ചെയ്തിട്ട് വേറൊരു കുഞ്ഞ് പീസ് എടുത്തിട്ട് ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു 3 വെച്ചിട്ടൊരു പൂവിൻ്റെ നടുക്കൊക്കെ ഉണ്ടാവുന്നില്ല, അതുപോലെ ഒന്നിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ 3 ചെറിയ പീസ് എടുത്തിട്ടാണ് ഇതുപോലെ ഇങ്ങനെ ട്രയാങ്കിൾ പോലെ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കുറച്ച് വലിയൊരു പീസ് നോക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഒട്ടിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു റഫായിട്ടുള്ള ഭാഗം നമ്മൾ അങ്ങനെ അകത്തോട്ട് വരുന്ന രീതിയിലാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ പീസായിട്ട് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ ഒട്ടിച്ച് വരുന്ന സമയത്ത് നല്ലൊരു ഫ്ലവറിനെ പോലെ കിട്ടും. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു പെറ്റലിനെ പോലെയൊക്കെ തോന്നുന്ന പീസ് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നടുക്കുള്ളത് ഇങ്ങനെ ചെറിയ പീസ്, പിന്നെ അതിനേക്കാൾ കുറച്ചുകൂടി വലിയ പീസ്, ആ ഒരു രീതിയിൽ നമ്മളിങ്ങനെ നോക്കിയിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ നല്ലൊരു ഭംഗി ഉണ്ടാവും. പിന്നെ ഈ ചിരട്ടയാകുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് നമ്മൾ ഗ്ലൂ തന്നെ അപ്ലൈ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ഇളകിപ്പോവും. അപ്പോൾ നന്നായിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്തിട്ട് നമുക്ക് എത്ര സൈസിലുള്ള ഫ്ലവർ ആണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഒട്ടിച്ച് റെഡിയാക്കി എടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഒട്ടിച്ചൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ അതിൻ്റെ ബാക്കിൽ നിന്ന് ആ ഒരു സ്ക്യൂവർ ഒന്ന് അഴിച്ച് മാറ്റുക കേട്ടോ. അപ്പോൾ നമ്മൾ സ്ക്യൂവർ ഒട്ടിച്ചിട്ടുള്ളത് നമുക്കതിനൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു ഒട്ടിക്കാനുള്ള ഒരു ബേസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ 3 ഫ്ലവേഴ്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അലൂമിനിയം ഫോയിലാണ്. അപ്പോൾ അതുപോലെ നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ഇങ്ങനെ ബോളാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ആ ഒരു റീത്ത് ചെയ്ത പോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ഇങ്ങനെ ബോൾ പോലെ ആക്കിയിട്ട് അത് നമ്മളിങ്ങനെ ബണ്ടിൽ പോലെ ആക്കിയിട്ടൊന്നിങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ നല്ല അലൂമിനിയം ഫോയിലൊന്നും യൂസ് ചെയ്യണമെന്നില്ല, ഇതുപോലെ ഇങ്ങനെ വാഷ് ചെയ്തിട്ടൊക്കെ ചെയ്തെടുത്താൽ മതി. ക്രാഫ്റ്റിന് വേണ്ടിയിട്ടില്ല, അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്കത് കിട്ടുകയും ചെയ്യും. പിന്നെ ഞാൻ ആ ഒരു ഗ്രാസ് ഇവിടെ നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് ഇങ്ങനെ പെയിൻ്റൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ആ ചിരട്ട വെച്ച് ചെയ്തിട്ടുള്ള ഒരു ഫ്ലവറിന് ഞാൻ റെഡ് കളർ സ്പ്രേ പെയിൻറ്റ് ചെയ്തെടുത്തു കേട്ടോ. ഇപ്പോൾ നമ്മൾ പെയിൻ്റൊക്കെ ചെയ്തെടുത്തപ്പോൾ കറക്റ്റ് നല്ല ഭംഗിയുള്ള ഒരു റോസ് പൂവിനെ പോലെ തന്നെ ആയിട്ടുണ്ട്. നമ്മൾ ചിരട്ട വെച്ച് ചെയ്താണെന്ന് തോന്നുന്നില്ല കേട്ടോ, അത്രയും നല്ലൊരു ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു റീത്തിൻ്റെ റിങ്ങിലേക്ക് നമ്മൾ ഈ ഒരു 3 ഫ്ലവേഴ്സ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഫ്ലവേഴ്സ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും 3 ടൈപ്പിലാണ് ഉണ്ടാവുക. കാരണം നമ്മൾ ആ ഒരു കട്ട് ചെയ്തിട്ടുള്ള ഒരു പീസ് ഒട്ടിക്കുന്നതിനനുസരിച്ചായിരിക്കും ആ ഒരു ഫ്ലവേഴ്സിൻ്റെ ഭംഗി ഉണ്ടാവുക. പിന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് പഴയ ലീവ്സൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പഴയ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെ ലീവ്സൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ഡ്രൈ ആക്കിയിട്ട് പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പുല്ല് ഞാൻ 2 സൈഡിലായിട്ട് ഇങ്ങനെ കുറേ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല ഭംഗിയായിട്ട് ഇതിലേക്ക് മാച്ചായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ അലൂമിനിയം ഫോയിൽ കൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബണ്ടിൽസ് ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ലൊരു ഭംഗി ഉണ്ട് നമ്മളത് കാണാനായിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ബേസിന് വേണമെങ്കിൽ ബ്രൗൺ കളറോ അല്ലെങ്കിൽ ഗ്രീൻ കളറൊക്കെ വേണമെങ്കിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പെയിൻ്റ് ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ ഒരു നാച്ചുറൽ ലുക്കിൽ തന്നെയാണ് എനിക്കത് കണ്ടിട്ട് ഇഷ്ടം തോന്നുന്നത്. പിന്നെ അതുപോലെ കുറച്ചൊരു മെറ്റാലിക് ഗോൾഡ് എടുത്തിട്ട് ഞാൻ ആ ഒരു ഫ്ലവേഴ്സിന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൂടെ ചെയ്തപ്പോൾ നമ്മൾ ആ ഒരു ഫ്ലവർ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ മാത്രം വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഒരു റീത്താണ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിതിന് ഫുള്ളായിട്ടൊന്നും ഇങ്ങനെ വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഗ്ലൈസിങ്ങും കിട്ടും, നല്ലൊരു ഭംഗിയായിരിക്കും കാണാനായിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് ഡോറിലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടാലും നല്ല ഭംഗി ഉണ്ടാവും. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇത്, കാരണം ചിരട്ടയുടെ ഒരു വെയിറ്റും പിന്നെ ആ ഒരു വള്ളിയാണെങ്കിൽ നല്ല കട്ടിയുള്ളതും വെയിറ്റ് ഉള്ളതൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ മാത്രം വെച്ചിട്ട് ഇന്ന് നമ്മൾ 2 റീത്താണ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അടുത്ത ദിവസം ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.